പട്ടാമ്പി കൂടെ പോകുമ്പോൾ എപ്പോഴും വേദും ബേബി പറയൂട്ടോ അമ്മയെ പാർക്ക് പോകണം അച്ഛാ പാർക്ക് പോകണം എന്നിട്ടോ അപ്പോൾ പിന്നെ പോവാന്ന് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ വിചാരിച്ചു ഒരു ദിവസം ഞങ്ങൾ വിചാരിച്ചു പാർക്കിലേക്ക് അങ്ങോട്ട് പോവാന്ന്. ആദ്യം വിചാരിച്ചു നമ്മൾ പട്ടാമ്പി ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെയാണ്, പക്ഷെ അല്ലായിരുന്നു കേട്ടോ. കമാനത്തിൻ്റെ അവിടെയൊക്കെയാണെന്നു പാർക്ക്. പക്ഷെ നമുക്ക് പട്ടാമ്പി പാലത്തിൻ്റെ അവിടെ നോക്കുമ്പോൾ അടുത്താ തോന്നും കേട്ടോ. പിന്നെ അതാ പാർക്കിലെത്തി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് പേരെന്നെ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ വലിയതൊന്നുമില്ല, എന്നാൽ ഓക്കെ അങ്ങനെയായിരുന്നു കേട്ടോ പാർക്കിൻ്റെ ഒരു ഇത്. പ്രവർത്തനമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പ്രവർത്തന സമയമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ റൈഡിൽ കയറണതിനും പൈസ ഉണ്ട്. കോംബോ ആയിട്ട് എത്രയോ എമൗണ്ട് 500 600 അങ്ങനെ കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് 50 രൂപ അങ്ങനെ നല്ല കോംബോ ആയിട്ട് കയറണമെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ വേണം. പിന്നെ ഓരോ റൈഡിൽ അവർ കയറിയിട്ടോ. ഈ വേദുവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാറ്റിലും അവനെ കയറും വേണം, എന്നാൽ അവനെ പേടിയാണ് താനും. അതാണ് തിന്നൂല്ല തീറ്റിക്കൂല എന്ന് പറഞ്ഞ പോലെ കേട്ടോ. ബേബി കയറുമ്പോൾ പറയും വേണ്ട ബേബി വേദു പേടിയാണ് എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് അവൾ കുറച്ച് നേരം അതിൽ കളിച്ചു. അവൻ കുറച്ച് നേരം നിൽക്കുന്നുള്ളൂ കേട്ടോ. ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു വേറൊരു കുട്ടി വേദുവിനെ കയറ്റാൻ. പക്ഷെ അവൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നു കേട്ടോ. ചില കുട്ടികളൊക്കെ എന്താ കണ്ടോ പകുതി വരുന്ന കയറുണ്ട്. അവൻ അങ്ങോട്ട് കയറാൻ അങ്ങോട്ട് പറ്റണില്ല. അവനെ പേടിയാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അവൾ കുറേ നേരം അതിൽ കളിച്ചു. അപ്പോൾ വേദു പറഞ്ഞു അവനവിടെ വേണ്ട, വേറെ സ്ഥലത്തേക്ക് പോകണം പറയും. വേറെ സ്ഥലത്ത് പോയാൽ പറയും അതും വേണ്ട പേടിയാണ് വേദുവിനെ പറഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയാണ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഈ 3D ഷോയിൽ ഞങ്ങൾ കയറിയിട്ടോ. ഞാനും വേദും ബേബിയും കയറി. അവിടെ അവനെ പേടിനായിരുന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ ഇതിലും ഞാനും ബേബിയും വേദുവിനെ കയറിയത് കേട്ടോ. ചില ഇതിലൊക്കെ വലിയവർക്ക് 3 റൈഡിൽ കയറാം കേട്ടോ. ആ 3ാമത്തെ റൈഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. ഇതിൽ ഞാൻ കയറിയില്ല. അതെന്താണെന്ന് വെച്ചാൽ കയറാൻ പോയതാണ്. പക്ഷെ വേദു പറഞ്ഞു അച്ഛൻ്റെ കൂടെ വേദു നിൽക്കണില്ല, അമ്മ എന്നെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എന്നാ പറഞ്ഞു ഞാൻ അപ്പുവേട്ടനോട് കയറിക്കോളൂ, ഞാൻ കയറുന്നില്ല പറഞ്ഞു. അപ്പോൾ അപ്പുവേട്ടന് താല്പര്യമില്ലാതെ കയറി കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ എല്ലാവരും തല കറങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നത്. കുറേ ചേച്ചിമാർ കള്ളു കുടിച്ച പോലെയൊക്കെ ആട്ടോ വന്നത്. നേരാവണ്ണം അങ്ങോട്ട് നിൽക്കാൻ പറ്റില്ല അവർക്ക്. 5 മിനിറ്റ് അവർ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് അവരുടെ തലയൊക്കെ ഒന്ന് ശരിയായത്. അപ്പം ഞാൻ ആലോചിച്ചു ഞാൻ കയറാത്തത് എത്രയോ നന്നായിന്ന്. എന്നോട് ഇങ്ങനെ കുറേ പേര് ചോദിക്കൂ കുട്ടി കയറുന്നില്ലേ എന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, അവൻ സമ്മതിക്കണില്ല പറഞ്ഞു. എനിക്കിത് സംഭവം തല ഇറങ്ങുന്നൊന്നും അറിയില്ല, പക്ഷെ ആ കറക്കം കണ്ടാൽ അറിയാമല്ലോ തല ഇറങ്ങുന്നത്. പിന്നെ ഇവർ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും മനസ്സിലായി കാലും കൈയൊന്നും ശരിക്കും അല്ല വരണത്. എല്ലാവരുടെയും കാലും കൈയൊക്കെ ഇങ്ങനെ ആടിയിട്ടൊക്കെ വരണത്. തലകറക്കമുള്ളവരൊന്നും ഇതിൽ കയറാതിരിക്കുക, സേഫല്ല, ഛർദ്ദിക്കും കേട്ടോ. അല്ലാത്ത പേടിയില്ലാത്തവർക്കും തലയിറക്കമൊന്നും വരില്ലാത്തവർക്കും കയറാട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം കുറേ റൈഡ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിൽ ലോങ് വീഡിയോ ഇടാം. അത്യാവശ്യം അങ്ങനെയല്ല, കുറച്ചൊക്കെ റൈഡ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് കയറി കഴിഞ്ഞിട്ട് അവർ ഇറങ്ങി വീട്ടിൽ പോവാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇതിലും കാരണം പറഞ്ഞു കേട്ടോ. ഇത് കുറച്ച് നേരം അവർ രണ്ടുപേരും കൂടി തുഴഞ്ഞു. പിന്നെ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയിട്ടോ. ഇനി ആർക്കെങ്കിലും പോവണം എന്നുണ്ടെങ്കിൽ പോയി കണ്ടു.